അപ്പോൾ നമ്മുടെ വയലറ്റ് കുലവഴുതനയൊക്കെ പോയി നിന്നതായിരുന്നു. വീണ്ടും ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ കണ്ട അതിനകത്ത് വീണ്ടും പൊട്ടിക്കിളിച്ച് കായൊക്കെ പിടിക്കാനായിട്ട് തുടങ്ങി. നോക്കിക്കേ നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ചക്കക്കുരു പ്രയോഗം കാണിച്ചിട്ട് കണ്ടില്ലേ, അത് പെട്ടെന്ന് തന്നെയാണ് കാ പിടിക്കുന്നത്. കണ്ടോ, അപ്പോൾ അത് നല്ല മൂത്ത് നിൽക്കുകയാണ് നമ്മുടെ തക്കാളി വഴുതന. കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ കാ പിടിച്ചോളൂ അതിനകത്ത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ നമ്മൾ വെറുതെ കളയുന്നതായി എന്ന് വെച്ചാൽ നല്ല ഗുണമുള്ളതാണ്, പക്ഷേ നമ്മൾ അധികമായാൽ അത് കുറേയൊക്കെ നമ്മൾ വെറുതെയും കളയും. അങ്ങനെ ഒരു സാധനം വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് പറഞ്ഞു തന്നത് നമ്മുടെ സബ്സ്ക്രൈബറായ തൃശ്ശൂരിൽ നിന്ന് സുബൈദയാണ് നമുക്ക് ഈ അറിവ് പകർന്നു തന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇപ്പം നമുക്ക് പല സബ്സ്ക്രൈബേഴ്സും നമുക്ക് പല നല്ല അറിവുകളും നമുക്ക് പകർന്നു തന്നിട്ടുണ്ട് അല്ലേ. ഇപ്പം അറിവുകൾ നമ്മുടെ മനസ്സ് വെച്ചുകൊണ്ടിരിക്കാതെ എല്ലാവർക്കും ഉപയോഗപ്രദമാകുന്ന രീതിയിൽ നമുക്ക് നിങ്ങളത് ഷെയർ ചെയ്താൽ എല്ലാവർക്കും അതൊരു വീഡിയോ ആയിട്ട് തന്നെ ഇടുമ്പോൾ പലർ കാണും അല്ലേ. പലർ കാണുമ്പോൾ പലരും അത് കൃഷി ചെയ്യും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വലിയ ചിലവില്ലാത്ത രീതിയിൽ കൃഷി ചെയ്യാമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും ചെയ്യാനായിട്ട്. അപ്പം ഒരുപാട് പൈസ ചിലവാക്കി നമുക്ക് കൃഷി ചെയ്യാനൊക്കെ എല്ലാവർക്കും പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നമുക്ക് ആവശ്യമുള്ളതായ പച്ചക്കറികൾ ഒട്ടും വില നമ്മൾ പൈസ ഒന്നും ചിലവാക്കാതെ ചെയ്യുകയെന്നുണ്ടെങ്കിൽ അതെന്ത് നല്ലതാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യമുള്ളതായ പച്ചക്കറികളും കിട്ടും, നമ്മുടെ കയ്യിൽ നിന്ന് അധികം പൈസ ചിലവാകുന്നേ ഇല്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ പുതിയ പുതിയ അറിവുകളുണ്ടെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യുക, നമ്മളതൊരു വീഡിയോ ആയിട്ട് തന്നെ ഇടുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ വഴുതനങ്ങയൊക്കെ കണ്ട് നല്ലതുപോലെ പിടിച്ചു വരുന്നുണ്ട്, കണ്ടില്ലേ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ വെറുതെ കളഞ്ഞതായ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ വളമാക്കി മാറ്റിയാൽ നല്ല രീതിയിൽ നമുക്ക് വിളവെടുപ്പൊക്കെ നടത്താനായിട്ട് സാധിക്കും. ഇതിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് വിത്തുകളോ ഗ്രോ ബാഗുകളോ ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ theminislifestyle.com ഒന്ന് വിസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഓർഡർ ചെയ്താൽ നിങ്ങൾക്ക് നല്ലയിനം വിത്തുകളൊക്കെ നിങ്ങളുടെ വീട്ടുപടിക്കൽ തന്നെ എത്തുന്നതായിരിക്കും. അപ്പം നമ്മുടെ വിത്തുകളൊക്കെ പിന്നെ ഉപയോഗിച്ചിട്ട് എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ തന്നെയാണ് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ വാങ്ങുക, അത് നിങ്ങൾ കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സുബൈദ പറഞ്ഞു തന്നതായ താരം എന്ന് പറയുന്നത് ചക്കക്കുരുവാണ്. അപ്പം നമ്മുടെ വീട്ടിലൊക്കെ നാട്ടിൻപുറങ്ങളിലാണെങ്കിൽ ഇഷ്ടം പോലെ ചക്കക്കുരു ഉണ്ട് അല്ലേ. ചക്കയും ചക്കക്കുരും ഒക്കെ ഇല്ലാത്ത വീടുകൾ കുറവാണ്. അപ്പം ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ചക്കയും ചക്കക്കുരുവൊക്കെ കഴിച്ചങ്ങ് മടുക്കും അല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ വേസ്റ്റാക്കി കളയാതെ അത് നമുക്ക് വളമായിട്ട് നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു പ്ലാവിൻ്റെ മുട്ടിലൊക്കെ വന്ന് നോക്കിയാൽ അവിടെ എല്ലാം ചക്കയും ചക്കക്കുരും ഒക്കെ ചിതറി കിടക്കും. ചക്കയും ചക്കക്കുരും അധികം ഒന്നും വെറുതെ കളയരുത്, കാരണം നല്ല ഗുണമുള്ള ഒരു സംഭവം തന്നെയാണ്. പക്ഷേങ്കിൽ ഈ മഴ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കത് നിർത്തിക്കൊണ്ടിരിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അത് എന്തായാലും ചീഞ്ഞൊക്കെ കുറേയൊക്കെ നഷ്ടമായി പോകും. അപ്പം നമ്മുടെ കേരളത്തിൽ നിന്ന് ദൂരോട്ട് പോകുന്തോറുമാണ് ഇതിൻ്റെയൊക്കെ വില നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം നമ്മുടെ കേരളത്തിൽ നമുക്ക് ഇതിനൊന്നും വലിയ വിലയൊന്നും ആരും കൽപ്പിക്കാറില്ല. പക്ഷേ പണ്ടത്തെ അപേക്ഷിച്ച് പണ്ടൊക്കെ ഇതിന് നമ്മുടെ മാതാപിതാക്കളൊക്കെ അവർക്ക് അവരുടെ ആഹാരം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയായിരുന്നു. പിന്നെ ഇടയ്ക്ക് നമ്മുടെയൊക്കെ ഏജ് വന്നപ്പോഴത്തേക്ക് അതൊക്കെ അങ്ങ് കഴിഞ്ഞിട്ട് പുതിയ പുതിയ ആഹാരങ്ങളൊക്കെ വന്നു. പക്ഷേ വീണ്ടും എന്താണ് ചക്കയും ചക്കക്കുരും ഒക്കെ ക്യാൻസറിനും ഷുഗറിനും ഒക്കെ നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ കഴിവിൻ്റെ പരമാവധി അതൊക്കെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, ഉണക്കി വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ചക്കയും ചക്കക്കുരും ഒക്കെ സൂക്ഷിക്കുന്ന വിധമൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ചീഞ്ഞു പോകുന്ന ചക്കക്കുരു അല്ലെങ്കിൽ വെറുതെ കളയുന്ന ചക്കക്കുരു വെച്ചിട്ടാണ് നമ്മളിന്ന് കൃഷി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ തറയിൽ നട്ടിരിക്കുന്നതായ കുറേ നട്ടിട്ടുണ്ട്. അപ്പോൾ അധികമൊന്നും ആയിട്ടില്ല നട്ടിട്ട്. ഇപ്പോൾ ഈ ചക്കക്കുരു പ്രയോഗം ചെയ്തിട്ടാണ് അവിടെ നല്ല തഴപ്പോടുകൂടി വളർന്നു വരുന്നുണ്ട്. അപ്പോൾ സുബൈദ എനിക്ക് പറഞ്ഞു തന്നിട്ടപ്പോൾ 1 മാസം കഴിഞ്ഞു. അപ്പം അന്നേരം ഞാൻ പറയാഞ്ഞത് ഇത് നമ്മുടെ ചെടികൾക്ക് എന്തെങ്കിലും പ്രയോജനപ്പെടുന്ന ആണോ എന്നറിയണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്തതാണ്. അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ ചെടികൾക്ക് പ്രയോജനപ്പെടുന്നുണ്ട്. വഴുതനയ്ക്കാണെങ്കിലും വേറെ ഏത് പച്ചക്കറിക്കാണെന്നുണ്ടെങ്കിലും നമുക്ക് നല്ല രീതിയിൽ ഇത് വളർത്തിയെടുക്കാനും നല്ല രീതിയിൽ അതിൽ നിന്ന് കായും പൂവും ഒക്കെ ഉണ്ടാകാനും സാധിക്കുന്നുണ്ട്. ഇതിനകത്തൊക്കെ കാ പിടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിനകത്തൊക്കെ പൂവൊക്കെ നഷ്ടപ്പെട്ടു പോകാതെ കായായിട്ട് വരുന്നതുണ്ടോ. അതിൻ്റെ ഇലയൊക്കെ നല്ല വലിപ്പത്തിലാണ് വരുന്നത്. കണ്ടോ. ഇനി നമുക്ക് വേറെ കാണിക്കാം, ഗ്രോ ബാഗിനകത്ത് നട്ടേക്കുന്നത് കാണിക്കാം. ഇപ്പം ഇതാണ് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്നതായ ചക്കക്കുരു, കണ്ടില്ലേ. അപ്പോൾ ഇത് ചക്കക്കുരുവോട് അല്ല ഇടുന്നത്. ചക്കക്കുരു ഒന്ന് ചതച്ചതിന് ശേഷം നമ്മളിത് വെള്ളത്തിൽ ഇടുക. 3 ദിവസം ഇത് വെള്ളത്തിലിട്ടേക്കുക. ഇത് അടച്ച് വയ്ക്കരുത്. അടച്ച് വെച്ചാൽ ഒരു പ്രത്യേക ഒരു ബാഡ് സ്മെല്ല് വരും. അപ്പോൾ ഇത് 3 ദിവസം ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് നമുക്ക് പിന്നെ കൈ കൊണ്ടോ അല്ലെങ്കിൽ ഒരു കമ്പ് വെച്ചിട്ടോ നല്ലതുപോലെ ഇളക്കിയിട്ട് നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഡൈല്യൂട്ട് ചെയ്യണമൊന്നുമില്ല. അപ്പോൾ അധികം വെള്ളത്തിനകത്ത് നമ്മളങ്ങ് ഇട്ട് വെച്ചിരുന്നാൽ മതി. എന്നിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ വഴുതനയിലൊക്കെ വന്ന മാറ്റം കാണണം.
അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ വഴുതനയിൽ നല്ലൊരു മാറ്റമാണ് ഉണ്ടാകുന്നത്. അതിൻ്റെ ഇലയൊക്കെ നല്ലതുപോലെ വളർന്ന്, ഇതിപ്പോൾ ഒരു പുതിയ ഇനം വഴുതനയാണ് കേട്ടോ. അപ്പോൾ അത് നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട്. കായൊക്കെ പിടിക്കുമ്പോൾ നിങ്ങളെ ഞാൻ കാണിക്കാം. അപ്പോൾ എനിക്കിതിൻ്റെ വിത്ത് തന്നത് റാന്നിയിലുള്ള നാൻസി ആൻറ്റിയാണ്. അപ്പോൾ അത് നല്ലതുപോലെ വളർന്നു വരുന്നുണ്ട്. ഈ പ്രയോഗം ഞാൻ ചെയ്തതിന് ശേഷമാണ് നല്ല തഴപ്പോടുകൂടി വളർന്നു വരുന്നത്. അപ്പോൾ അത് നമുക്ക് സ്വല്പം ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ ചുവട്ടിലെ മണ്ണ് സ്വല്പം ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്കത് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ അഴുകുമ്പോൾ നമുക്ക് ഈ ചക്കക്കുരും കൂടെ ചേർത്ത് അതിൻ്റെ ചുവട്ടിലോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ മണിക്കുട്ടനും മണിക്കുട്ടിയൊക്കെ വന്നിട്ടുണ്ട്. ഭയങ്കര വികൃതിയാണ് രണ്ടുപേരും കൂടെ. എല്ലാത്തിൻ്റെയും മണ്ട എങ്ങനെ നുള്ളി വെച്ചിരിക്കും, അവർ കടിച്ച് മുറിച്ച് വെച്ചിരിക്കുക. ഒരു രക്ഷയില്ല രണ്ടിനെയും കൊണ്ട്. ഇങ്ങോട്ട് പോയിക്കേ. ഇതൊരു 3 ദിവസം ഇരുന്ന് അഴുകും തോറും ഇതിൻ്റെ ഗുണമൊക്കെ നല്ലതുപോലെ ഇറങ്ങും കേട്ടോ. ഇങ്ങനെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതുകൊണ്ട് ഇത് ഇങ്ങനെ ഒഴിച്ച് വളരുന്ന രീതിയൊക്കെ നോക്കിക്കുന്നു. കണ്ടില്ലേ, നല്ല രീതിയിൽ ഇതിൻ്റെ പ്രോഗ്രസ് ഉണ്ടാകുന്നത് കണ്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ പിന്നെ അടിമട്ടൊക്കെ ഉണ്ടല്ലോ, നമുക്കിത് അഴുകുമ്പോൾ അതിൻ്റെ ചുവട്ടിലോട്ട് അങ്ങ് കുഴിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നല്ല രീതിയിൽ തഴച്ചിഞ്ഞ് വളർന്നു കയറി വരും. കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ കറ്റാർവാഴയുടെയും കാന്താരിയുടെയൊക്കെ കൃഷി രീതികളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. പച്ചമുളകിൻ്റെയൊക്കെ കൃഷി രീതികളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കണം. നല്ല രീതിയിൽ വിളവ് കിട്ടുന്നതിനും കറ്റാർവാഴയൊക്കെ നല്ല രീതിയിൽ വളർന്നു വരുന്നതിനും ഒക്കെയുള്ള ടിപ്സുകളും ഒക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. കറ്റാർവാഴ തൈകൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഉള്ളത് നമ്മൾ വെബ്സൈറ്റിൽ ഇട്ടിട്ടുണ്ട്. ആവശ്യമുള്ളവരത് കയറി കണ്ടിട്ട് അത് വാങ്ങിക്കാവുന്നതാണ്. അപ്പം നിങ്ങൾ ഈ കൃഷി രീതികളൊക്കെ ഒന്ന് ഫോളോ ചെയ്താൽ നല്ല രീതിയിൽ നമുക്ക് വിളവെടുപ്പൊക്കെ നടത്താനായിട്ട് സാധിക്കും. നിങ്ങൾ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ കേരളത്തിൽ നല്ല രീതിയിൽ, കേരളത്തിൽ നിന്ന് മാത്രമല്ല പുറത്തൊക്കെ ഉള്ളവരാണ് നമ്മുടെ കൃഷികൾ കൂടുതലും കാണുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കൃഷി ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു പോസിറ്റീവ് എനർജിയും അതുപോലെ തന്നെ ഈ വിഷത്തിൽ നിന്നൊക്കെ ഒന്ന് ഒഴിഞ്ഞു നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതിപ്പം വഴുതനയ്ക്ക് മാത്രമല്ല കേട്ടോ, നമ്മുടെ എല്ലാ പച്ചക്കറികൾക്കും നമുക്കിത് പ്രയോഗിക്കാവുന്നതാണ്. അതുപോലെ നമ്മുടെ ചക്ക ചീഞ്ഞ് കിടക്കുന്നത്, പിന്നെ നമ്മുടെ ഈ പ്ലാവിന് ചുറ്റുമൊക്കെ ചക്കയൊക്കെ ചീഞ്ഞ് കിടക്കില്ലേ, അതൊക്കെ നല്ലൊരു വളമാണ് കേട്ടോ. അത് നമ്മൾ ഓരോ പച്ചക്കറിയുടെയും അതുപോലെ തെങ്ങിൻ്റെയും വാഴയുടെയൊക്കെ ചുവട്ടിൽ നിന്ന് ഇട്ട് നോക്കി നല്ല പിന്നെ നമ്മളെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള വളർച്ചയാണ് പിന്നെ ചെടികൾക്കൊക്കെ ഉണ്ടാകുന്നത്. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ പ്ലാവിൻ്റെ മൂടും നല്ല വൃത്തിയാവും. ഈ ചക്ക അളിഞ്ഞു കിടക്കുന്ന എല്ലാം നമ്മൾ അവിടെ നിന്ന് മാറ്റി നമ്മൾ ഓരോ കൃഷിക്ക് പ്രയോജനപ്പെടുത്തുമ്പോൾ നമ്മുടെ പറമ്പ് നല്ല ക്ലീനായിട്ട് കിടക്കും. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ പച്ചക്കറി കൃഷികളും ചെയ്യാനായിട്ട് സാധിക്കും. നല്ല വിളവും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾ എന്തായാലും ഇനി ചക്കക്കുരുവൊക്കെ തീരുന്ന സമയമാണ്. പിന്നെ സൂക്ഷിച്ച് വെക്കേണ്ടവർക്ക് സൂക്ഷിച്ച് വെക്കാം. അതല്ല നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൃഷിക്ക് നമുക്ക് ഉപയോഗിച്ചാൽ നമുക്ക് കടയിൽ നിന്ന് അധികം വളങ്ങൾ വാങ്ങിക്കാതെ ഇതേപോലെ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് വിത്തുകളോ ഗ്രോ ബാഗുകളോ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ theminislifestyle.com ഒന്ന് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് വിത്തുകളും ഗ്രോ ബാഗുകളും നിങ്ങളുടെ വീട്ടുപടിക്ക് തന്നെ എത്തുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജായ മിനിസ് ലൈഫ് ലും കൂടുതൽ ലൈക്ക് ചെയ്ത് വിട്ടാൽ അവിടെയും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ യഥാസമയം കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.